ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുള്ളത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു നേതാവ്. പക്ഷെ അത് അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. എന്താണെങ്കിലും അവർ പറയുന്നത് ആ ഒരു നെതന്യാഹു എന്ന് പറയുന്ന നെതന്യാഹു എന്ന് പറയുന്ന ആൾക്ക് മനുഷ്യജീവനോടും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളോടും പുച്ഛം വിലയുള്ളൂ. കാരണം അവർക്ക് ഒരു രീതിക്കും അന്താരാഷ്ട്ര നിയമങ്ങൾ ബാധകമല്ല. മനുഷ്യന്മാരെ കൊല്ലുന്നതിൽ യാതൊരു അറുപ്പുമില്ലാത്തൊരു ആളാണ് നെതന്യാഹു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഒന്നാകെ ഇസ്രായേലിനെതിരെ തിരികുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഇവരുടെ ആഹ്വാനം. ആ ആഹ്വാനത്തിൽ എത്ര കണ്ട് വിജയം വരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിജയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നെതന്യാഹുവിൻ്റെ ഗ്രോത്ത് അല്പാൽപമായിട്ട് താഴേക്ക് വരുന്നുണ്ട്. ആ ഒരു വാർത്ത വളരെ നന്നായി ഈ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത് ഉപകാരപ്പെടും. നെതന്യാഹു ആകട്ടെ ആ വിഷയത്തിൽ പറഞ്ഞത് തൻ്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചത് അത് ഭംഗിയായിട്ട് നിർവഹിക്കുമെന്നാണ്. ആരെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ആ പൗരന്മാർ ജൂതന്മാരെ ഏൽപ്പിച്ചതാണ്. ലബനാനിലേക്കുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമേരിക്കയോട് പറഞ്ഞാൽ മതി എന്ന ഒരു ധാർഷ്ട്യ സ്വഭാവമാണ് കാണിക്കുന്നത്. വ്യക്തമാകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വളർന്ന് വലുതാക്കി കൊണ്ടുവരുത്താണ് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം. അത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മരിച്ചാലും ഞങ്ങളത് സാധിപ്പിക്കുമെന്നുള്ളത് അവിടുത്തെ നെസറ്റിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ എന്നല്ല, ലോകമെമ്പാടും അങ്ങനെ പറഞ്ഞു പോയാൽ പോലും ഒന്നും ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. പകരം എന്തെങ്കിലും ആയുധപരമായിട്ട് നോക്കി അത് ഇസ്രായേൽ എന്നേക്കുമായി ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ മാത്രമേ ഇവരുടെ വൈറസ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വൈറസായിട്ട് മുളച്ചു പൊന്തി വന്നിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ ലോകത്തിന് ഒരു ആശ്വാസം ലഭിക്കുകയുള്ളൂ. കാരണം ഇവർ ആകെ പറയുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ ഭംഗിയായി പറയുന്നു, മൊസാദാണ് ആളുകൾ. മറ്റൊരു ഭാഗം പറയുന്നത് GCC രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ കളിപ്പാട്ടമാണെന്നാണ്. അതൊക്കെ അങ്ങനെ ആകാം എപ്സ്റ്റീൻ ഫയലുള്ളതുകൊണ്ട്. ഇറാൻ്റെ ഭാഗത്തേക്ക് അവർ പറയുന്നൊരു ന്യായമെന്ന് പറയുന്നത് അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു, അത് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ അതത്ര കണ്ട് അവിടെ വിജയിച്ചില്ല. രണ്ട് കാര്യം വിജയിച്ചു, മൂന്നാമത്തെ ഇറാൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പം അത് അത്ര കണ്ട് വിജയിക്കാതെ ഒരുപാട് ബില്യൺ കണക്കിന് ഡോളറുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നതിന് പകരം ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടം. അതിൻ്റെ പിന്നാലെ അമേരിക്കയും വലിയ അപകടമാണ്. ഒരാൾ ആയുധം കച്ചവടം ചെയ്യുന്നു, മറ്റൊരാൾ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നു. അതിൻ്റെ മുമ്പിൽ പെടുന്ന ആളുകളൊക്കെ പുൽക്കൊടിയുടെ വില പോലും ഇല്ലാതെ മരിച്ചു വീഴുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്താണെങ്കിലും ഈ ആളെ നമ്മൾ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞതിനെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.